ഹലോ, നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേരുടെ കൂടെ, അതായത് സിനിമാക്കാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, അതുപോലെ ഡോക്ടർമാരുണ്ട്, അഡ്വക്കേറ്റുമാരുണ്ട്. അവരുടെ കൂടെയൊക്കെ ഒരു 5000-ത്തിലധികം ഫോട്ടോസ് എടുത്തുള്ള ഒരു വ്യക്തിയുടെ വീട്ടിലാണ്. ഇയാൾ ആരാണെന്ന് നമുക്കറിയാം. നമ്മുടെ പാലക്കാട് ജില്ലയുടെ കണ്ണമ്പ്ര എന്നൊരു ദേശമുണ്ട്. പേര് കേട്ടിട്ട് പൂരങ്ങളുടെ നാടായിട്ടുള്ള പാലക്കാടിൽ പേര് കേട്ട പൂരമായിട്ടുള്ള കണ്ണമ്പ്രയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോന്നിരിക്കുന്നത്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ആള് ഇത് അവിടെ തന്നെ ഉണ്ട്. അജേട്ടാ, അപ്പോൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അജേട്ടനെ പറ്റിയിട്ട്. ഒരുപാട് ആളുകളുടെ കൂടെ, പ്രമുഖരായിട്ടുള്ള ഒരുപാട് ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ എടുക്കാനുള്ള കാരണം? ഒന്നാമത് ഫോട്ടോഗ്രാഫിയിലുള്ള കമ്പം. ഓക്കെ. പിന്നെ പ്രമുഖ വ്യക്തികളെ കാണുക എന്നുള്ളതാണ്. ആരും ചെയ്യാത്ത കാര്യവും ആരും എത്തിപ്പെടാത്ത സ്ഥലത്തും പോകുക എന്നുള്ളതാണ്. അതെ അതെ. എന്ത് ത്യാഗം സഹിച്ചും അവരിനെ കാണുക എന്നുള്ളതാണ്. ഓക്കെ. സിനിമാക്കാരും രാഷ്ട്രീയം, ഡോക്ടർ, സ്പോർട്സ് എല്ലാവരും ആയിട്ടൊന്നല്ല. അതെ. പക്ഷെ അവനെ പോകുമ്പോൾ അവരുടെ അടുത്ത് 2 ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞ അനുമതി ചോദിച്ച ശേഷമാണ് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുള്ളൂ. അവരുടെ അടുത്ത് അനുമതി തേടിക്കൊണ്ടാണ്. ഓക്കെ. അപ്പൊ ഒരു കാര്യം അവർക്ക് നല്ല സന്തോഷമാണ് പറയുമ്പോൾ. ഓക്കെ, ഒരു കാര്യം അപ്പൊ നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ ജനറേഷനിൽ ഈ മൊബൈൽ ഫോൺ ഇല്ലാത്തതായിട്ട് ആരുമില്ല. പക്ഷെ ഈ മൊബൈൽ ഫോൺ കൊണ്ട് അവരുടെ തിരക്കിടയിൽ അവരുടെ പ്രൈവസി നഷ്ടപ്പെടുത്തിയിട്ട് ഫോട്ടോസ് എടുക്കുന്ന ന്യൂ ജനറേഷനെ നമ്മളെ കണ്ടിട്ടുള്ളത്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു ഗോൾഡ് ജനറേഷനിൽ പെട്ടിട്ടുള്ള ഒരാള് 2 ദിവസം മുന്നേ പെർമിഷൻ എടുത്തിട്ട് ലൈഫിൽ സക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വിജയം കൈവരിച്ചിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള എല്ലാ ആളുകളുടെയും നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. എന്തുകൊണ്ടാണ് അങ്ങനെ ഫോട്ടോ എടുത്തിട്ടുള്ളതെന്ന് ചോദിച്ച് നമ്മൾ നേരത്തെ മനസ്സിലാക്കി തന്ന കാര്യം കൂടിയാണ്. ഇനി അദ്ദേഹത്തിന്റെ ആ ഫോട്ടോ കളക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാം. എടുത്തിട്ടുള്ള ഫോട്ടോസ് കാണാനായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. രജനീകാന്ത് സാർ ഉൾപ്പെടെ EMS, അങ്ങനെ VP സിംഗ്, പ്രമുഖരായിട്ടുള്ള എല്ലാ മേഖലയിലുള്ള ആളുകളായിട്ട് അദ്ദേഹം ഫോട്ടോസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാക്കണത്. സത്യം പറഞ്ഞാൽ നമുക്കൊന്ന് കാണാം. ഓക്കെ. നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത്രയധികം ലൈബ്രറികൾ ഞാൻ ഏതു സ്റ്റുഡിയോയിലും അതുപോലെ ഫോട്ടോ സെന്ററിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുത്തി. അതായത് ഇതൊക്കെ ഏത് കാലഘട്ടത്തിലുള്ളതായിരിക്കും? ഏകദേശം 2011.
ചോദിച്ചു ഇപ്പോ എങ്ങനെയാണ് ഫോട്ടോ എടുക്കുന്നത്. അദ്ദേഹം പറഞ്ഞു നമ്മളൊക്കെ എടുക്കുന്നത് പോലെ മൊബൈലിൽ തന്നെയാണ്, പക്ഷെ അത് എന്ത് ചെയ്യാൻ പ്രിന്റ് അടിക്കും, ലാബിൽ കൊടുത്തിട്ട് എന്നിട്ട് ആൽബം ആക്കിയിട്ട് 90 മുതലുള്ള ആ ഒരു സഞ്ചാരം ഇപ്പോഴും തുടർന്നു കൊണ്ടുപോകുന്നതാണ് അതിനൊരു അതെ. പ്രമുഖരായിട്ടുള്ള എനിക്ക് കല്ല് കുത്തിയിട്ട് ശില്പം അവരിനൂടെ ഫോട്ടോ എടുക്കാം. അതെ അതെ. ഇത് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ ആൽബം കാണുമ്പോൾ നമുക്ക് അറിയാത്ത ഒരുപാട് മേഖലകളും അറിയാത്ത ഒരുപാട് ആളുകളെയും നമുക്ക് ഇതിലൂടെ പരിചയപ്പെടാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആർട്ടിസ്റ്റ് നമ്പൂതിരി മാതൃഭൂമിയിലെ അതെ വരന്റെ മെയിൻ ആളാണ്. അതെ. പാട്ടുകാരൻ മ്യൂസിക് ഡയറക്ടർ ആർ കെ ദാമോദരൻ. ഇത് മണ്ണൂർ രാജകുമാരൻ. ഓക്കെ. ഇത് നമ്മുടെ വീട്ടിൽ പോവാണ് കാണാൻ. ഗൗരിയമ്മനെ കാണാൻ തൃശ്ശൂർ ഗൗരിയമ്മ 2012 അല്ലേ? അത് കവി കുരിപ്പുഴ ശ്രീകുമാർ. അതെ. പിന്നെ ഇത് പേപ്പറിൽ വന്നാണ്. പിന്നെ വിഐപികളുമായി ചങ്ങാത്തം അജയ്കുമാർ ഗിന്നസ് ബുക്കിലേക്ക് ചുവട് വെക്കുന്നു എന്നുള്ളൊരു പേപ്പർ കട്ടിംഗ് ആണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. ഓരോ ഫോട്ടോയ്ക്കൊപ്പം അദ്ദേഹം ആ ഡേറ്റും അതുപോലെ ആ സിറ്റുവേഷൻ അടക്കം കുറിച്ച് വെക്കുന്നു. ചിലരുടെ ഓട്ടോഗ്രാഫും മേടിക്കും. അതെ. ബോബി ചെമ്മണ്ണൂരിന്റെ കൂടെ മിഷൻ ഹോസ്പിറ്റലിലെ എടമ്പാല പറഞ്ഞിട്ട് ഫേമസ് ഡോക്ടർ, നീ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ അയാള് ഓപ്പറേഷൻ തിയേറ്ററിലേക്കാണ് പോയത്. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന സമയത്ത് ഫോട്ടോ എടുക്കാൻ വളരെ സന്തോഷമായി. അതെ. അദ്ദേഹം എന്തിന്റെ സ്പെഷ്യലിസ്റ്റ്? അയാൾ ഈ മുറിച്ചുണ്ട് ഓപ്പറേഷൻ. അത് ഒരുപാട് ഫേമസ് ആണ് തൃശ്ശൂർ മിഷൻ. എന്റെ അറിവില് രണ്ടുപേരാണ് അന്നത്തെ. അതെ. ഇപ്പോഴും കൂടുതലും ഞാൻ കാണാറുള്ളത് പാലക്കാട്ടുകാരും അതുപോലെ മലപ്പുറം ഏരിയയിലൊക്കെ ഈ മുറിച്ചുള്ള ആൾക്കാർ വന്നിട്ട് അവർ നല്ല സക്സസ് ആയിട്ടാണ് തിരിച്ചു വിട്ടാക്കുന്നത്. അതിൽ ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാണ് പറഞ്ഞ. അപ്പൊ അവരുടെ ഒരു സെമിനാർ വെച്ചിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ. അയാളുടെ മകള് പേരമ്പലൊക്കെ മരിച്ചു, അവരുടെ മകളും മകനും ഉണ്ടായിരുന്നു. അപ്പൊ സംസാരിച്ചു, ഈ പഴയ ഫോട്ടോ കാണിച്ചു കൊടുത്തത് അവർ ഭയങ്കര ഇഷ്ടമായി അല്ലെ? അതാണ് പറയുന്നത്, ഓരോ ഫോട്ടോയ്ക്ക് പിന്നിലുമുണ്ട് ഒരുപാട് കഥകൾ എന്നാണ് ഇതിന്റെ ശരിക്കും ഒരു വലിയ തലക്കെട്ട് വരേണ്ടത്. ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് ഒന്ന് നോക്കി, ആ റാക്കിൽ മുഴുവൻ കാണാൻ കഴിഞ്ഞത് സാധാരണ നമ്മൾ റാക്കുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ വസ്തുക്കളായിരിക്കും. പക്ഷേ ഇതുപോലുള്ള ഒരുപാട് ഫോട്ടോസ് ആൽബങ്ങളാണ് നമുക്കവിടെ കാണാൻ കഴിഞ്ഞത്. അതിലും ഓരോന്നിനും പുള്ളി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകൂടെ എടുത്തു പറയാണ്, ആ ഡേറ്റും ആ സിറ്റുവേഷനും ആ വ്യക്തികളെയും ആ മേഖലകളെയും അദ്ദേഹം ആ വർഷവും അദ്ദേഹം കുറിച്ചു വെച്ചിട്ടുണ്ടെന്നാണ്. ഇനി ഇതാ നമ്മുടെ ഈ റാക്കുകളൊന്നും നമുക്ക് കണ്ണോടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കാണാൻ പറ്റും. അദ്ദേഹം ജാനകി അമ്മ, അച്യുതാനന്ദൻ ഒന്ന് കൃഷ്ണയ്യരല്ലേ? അതെ. 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 ഈ യാത്രയിൽ പരിചയത്തിന് ലാസ്റ്റ് എടുത്ത ഫോട്ടോ ഏതാണ്? തുടരും എന്ന സിനിമയുടെ ഡയറക്ടർ തരുൺമൂർത്തിയോടൊപ്പമാണ് ചെയ്തത്. തീർച്ചയായിട്ടും നല്ല സ്വഭാവം, നല്ല ഇതായിരുന്നു. ഓക്കെ. ആ സിനിമ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഓടിയതാണ്. അപ്പൊ ആ സിനിമയുടെ ഒരു സിനിമ വിജയിക്കുന്നതിന്റെ ഒരു ഹാർഡ് വർക്ക്, ആ ഒരു ക്രെഡിറ്റ് തീർച്ചയായിട്ടും ആദ്യം ഡയറക്ടറാണ്. അപ്പൊ അദ്ദേഹം ആദ്യം പോയി കണ്ടത് അല്ലേ? അപ്പൊ അതാണ് ഒരു റീസൺ എന്ന് പറയുന്നത്. ഒരാളിനെ കാണുന്നത്, ലാലേട്ടൻ എന്ന വ്യക്തി നമ്മുടെ മനസ്സിൽ ഓൾറെഡി പതിഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ പ്രദർശിപ്പിച്ചതിന് അദ്ദേഹത്തിന് ഒരു താങ്ക്സ്ഫുൾ ആയിട്ടാണ് കണ്ടത്. അപ്പോ വേറെന്താണ് ഈ അവസരത്തിൽ അജയേട്ടന് പറയാനുള്ളത്? അല്ല, ഇനിയും ഇങ്ങനെ തുടരുന്നതാണ് അദ്ദേഹത്തിന്റെ യാത്ര, ഇപ്പോഴും തുടരുകയാണ്, ഇനിയും തുടരണമെന്നാണ്. കാരണം ഫോട്ടോ എടുക്കാത്ത വിഐപികളായിട്ട് ഫോട്ടോ എടുക്കാനും അങ്ങനെ. അതെ. ഇതിന്റെ ഇടയിലുണ്ടായ എന്തെങ്കിലും ഒരു അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാ? ചില ആൾക്കാർ ഫോട്ടോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ട് പറയും, പിന്നെ
അതൊക്കെ പറയാറുണ്ട്. പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിക്കും, നിങ്ങൾ ആരാണ്, എന്താണ്, എവിടത്തുള്ളത്. സാധാരണ ചോദിക്കുന്ന ഒരു ഇതാണ്. അത് അവരിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം പെട്ടെന്ന് പോയി കയറി ചെല്ലുമ്പോൾ പരിചയമില്ലാത്ത ആളാവുമ്പോൾ നിങ്ങൾ എവിടെ എന്താ ജോലി ചെയ്യുന്നത്, അപ്പൊ അത് നമ്മൾ പറഞ്ഞ് പിന്നെ സന്തോഷവും. എനിക്ക് ഈ അവസരത്തിൽ എന്താ പറയാനെന്ന് അറിയോ, ഇങ്ങനെ നമുക്കത് പിന്നീട് ആവാം എന്നുള്ളതാണ് അതിന്റെ ഒരു ഉത്തരം ആള് പറയുന്നതിന്റെ. പക്ഷെ അവർക്ക് എനിക്കത് പിന്നീട് കഴിയണം. പക്ഷെ അവർക്കൊരു കുറ്റബോധം ഉണ്ടാവും അവർ ഈ ഒരു സാധനം കാണണമെങ്കിൽ. കാര്യം വെച്ചാല് അജയേട്ടൻ പറഞ്ഞാൽ അവർക്ക് സന്തോഷമായി. ഞാൻ അത് എന്ത് ചെയ്യും, നമ്മുടെ പേപ്പർ കട്ടിങ് എല്ലാം കൊണ്ടുപോകും, കയ്യിൽ വെക്കും. കിട്ടാതിരുന്ന അവസരം ഉണ്ടായിട്ടുണ്ടോ ഫോട്ടോസ് എടുക്കാൻ? എല്ലാവരും കിട്ടിയതേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ പേപ്പർ കട്ടിങ്സ് കാണിച്ചു കൊടുക്കും, വായിക്കുമ്പോൾ ഡീറ്റെയിൽസ് മനസ്സിലായപ്പോൾ പിന്നെ അവർക്ക് സന്തോഷമായി. അതേപോലെ പാർട്ടി, രാഷ്ട്രീയ പാർട്ടികളായാലും VM സുധീരനായാലും, അതേപോലെ പിന്നെ MP രാഘവൻ, പഴയ ആൾക്കാര് MP രാഘവൻ, അതേപോലെ ഒരുപാട് ആൾക്കാർ രാഷ്ട്രീയം, സീതാറാം യെച്ചൂരി, പിന്നെ വൃന്ദ കാരാട്ട്, പിന്നെ പ്രകാശ് കാരാട്ട്, പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാര്. അദ്ദേഹം ഒക്കെ നല്ല ഇതിലാണ്. ഒരു കാര്യം ചോദിച്ചില്ല, നമ്മുടെ ജോലി എന്താണ്? ജോലി മിൽക്ക് സൊസൈറ്റിയിൽ ക്ലർക്കായിരുന്നു വടക്കഞ്ചേരി. 28 വർഷം അവിടെ ജോലി ചെയ്തു. പിന്നെ റിട്ടയറായി. ഇപ്പോഴും ഇങ്ങനെ ഈ ഫോട്ടോ എടുക്കലില് സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് ഫാമിലിയും കാര്യങ്ങളൊക്കെ. ഫാമിലി, ഭാര്യ, ഒരു മോള്, കല്യാണം കഴിച്ചു കൊടുത്തു. ഓക്കെ ഓക്കെ. അപ്പൊ കണ്ണമ്പ്ര എന്ന ഈ ഒരു ഗ്രാമത്തില് ഇരുന്നു കൊണ്ട് പാറക്കൽ വീട് കണ്ണമ്പ്രയിൽ ഏകദേശം ഇവിടേക്ക് ഒരു 2 കിലോമീറ്റർ. കണ്ണമ്പ്ര എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അജയകുമാർ കണ്ണമ്പ്ര. കണ്ണമ്പ്രയിൽ ഇവിടുന്ന് കുറച്ചുള്ളൂ, 1 കിലോമീറ്റർ ഉള്ളൂ. അത്രേ ഇല്ല. അപ്പൊ ഈ ഏരിയയിൽ നിന്ന് പുള്ളി എത്ര ദൂരത്തേക്ക് സഞ്ചരിച്ച് ഒരുപാട് ആളുകളായിട്ട് ഇങ്ങനെ ഒരു സൗഹൃദം തന്നെയാണ് ഒരു ഫോട്ടോ എടുക്കൽ എന്ന് പറയുമ്പോൾ, അല്ലെ? തലശ്ശേരി വരെ പോയി. ഏറ്റവും ദൂരം യാത്ര ചെയ്ത് തലശ്ശേരി മാഷിന്റെ വീട്ടിൽ. ഓക്കെ. രാഘവ മാഷ് പണ്ടത്തെ MP അല്ലല്ല, മ്യൂസിക് ഡയറക്ടർ രാഘവ മാഷ്. അയാളുടെ വീട്ടിൽ പോയി വരാൻ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പൊ അജയേട്ടൻ ഈ യാത്ര ഇനിയും തുടരട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. കാര്യം എന്ന് വെച്ചാൽ 35 വർഷം എന്ന് പറയുന്നത് ചില്ലറ കണക്കല്ല. 3.5 പതിറ്റാണ്ടുകളോളം 5000-ത്തിനടുത്ത് അല്ലേ ഒരു സംഖ്യ എന്ന് പറയുന്നത്? എത്രയാണ്? 5000 ആളുകളോടൊപ്പം ആ ഓരോ നിമിഷങ്ങളും ചെലവഴിച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഒരു വലിയൊരു റെക്കോർഡിലേക്ക് അരികിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യാത്ര നന്നായി ഇരിക്കട്ടെ, ഒരു ആശംസ ഞാൻ അറിയിക്കുകയാണ്. താങ്ക്സ്.